ഹലോ ക്രിമിക്സ്. അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു കരിദിനമായി ആചരിക്കാവുന്നൊരു ദിവസമായിരുന്നു ഇന്നലത്തേത് ജൂൺ 28 എന്നത്. അതായത് T20 വേൾഡ് കപ്പിൽ ഇന്ത്യ വുമൻസ് ഓസ്ട്രേലിയ വുമൻസിനോട് ഇന്നലെ തോറ്റുപുറത്തായി. അതുപോലെ തന്നെ ഇന്ത്യ മെൻസ് ടീം അയർലൻഡിനോട് തുടർച്ചയായ രണ്ടാം T20യിലും തോറ്റിരിക്കുകയാണ്, പരമ്പര കൈവിട്ടിരിക്കുകയാണ്. അങ്ങനെ പുതിയ ക്യാപ്റ്റന് കീഴിൽ ഇന്ത്യയുടെ പരമ്പര തോൽവി കൂടിയാണ് ഇന്നലെ അയർലൻഡിനോട് സംഭവിച്ചത്. വുമൻസ് T20 വേൾഡ് കപ്പിൽ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തു. അതായത് 170 റൺസ് 170 റൺസ് സ്കോർ ചെയ്തു. എന്നാൽ മറുപടി ബാറ്റിങ്ങിൽ ഓസ്ട്രേലിയ ഒരു ഓവർ ബാക്കി നിൽക്കെ വെറും 4 വിക്കറ്റ് നഷ്ടത്തിൽ ആ ഒരു സ്കോർ മറികടക്കുകയായിരുന്നു. അങ്ങനെ ഓസ്ട്രേലിയ വുമൻസ് സെമിയിലേക്ക് കയറി. ഓസ്ട്രേലിയയുടെ ഒപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയും കയറുകയായിരുന്നു. ഇന്ത്യ എലിമിനേറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ വുമൻസ് തങ്ങളുടെ ആദ്യ T20 വേൾഡ് കപ്പിനായിട്ട് ഇനിയും കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ മെൻസ് ടീമിലേക്ക് വരാൻ വെച്ചാൽ ഇന്നലെ അയർലൻഡിനോട് രണ്ടാമതും തോറ്റ ഒരു റണ്ണിനാണെങ്കിലും അതൊരു വലിയൊരു തോൽവി തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച്. മുൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് കീഴിൽ ഒരു സീരീസ് പോലും ഇന്ത്യ തോറ്റിട്ടില്ല എന്നൊരു ചരിത്രം നിലനിൽക്കുകയാണ് പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് ചുമതലയേറ്റും ആദ്യ പരമ്പര തോൽവി ഏറ്റുവാങ്ങുന്നത്, അതും കുഞ്ഞൻ ടീമായ അയർലൻഡിനോട്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ റീസെൻ്റ്ലി കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് കുറച്ച് മാസങ്ങളായിട്ട് ഇന്ത്യൻ പിച്ചിലായിരുന്നു ഇന്ത്യയുടെ കളികളെല്ലാം. IPL അടക്കം, അതായത് IPL മുമ്പ് ന്യൂസിലൻഡായിട്ടാണെങ്കിലും സൗത്ത് ആഫ്രിക്ക ആയിട്ടാണെങ്കിലും ഒക്കെ ഇന്ത്യയുടെ ഹോം മാച്ചുകളായിരുന്നു. അതിന് ശേഷം വന്ന IPL ശേഷം അഫ്ഗാനിസ്ഥാനായിട്ട് മത്സരം വന്നു. അപ്പോൾ ഇന്ത്യക്ക് ആ ഒരു കോൺഫിഡൻസ് വെച്ച് പിന്നെ വിദേശത്തേക്ക് പോയപ്പോൾ വിദേശ പിച്ചുകളുമായിട്ട് പൊരുത്തപ്പെടാൻ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവില്ല. അതായിരിക്കും ഈ ഒരു തോൽവിക്കുള്ള പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ അയർലാൻഡ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ടീമില്ല. അവരെ സംബന്ധിച്ച് അവർക്കൊരു നോക്കൗട്ട് ആ ഒരു ഇതോടുകൂടി തന്നെയാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച്. പക്ഷേ ഇന്ത്യ എന്ത് ചെയ്തു, നിസ്സാര ടീമാണ്. അതായത് അഫ്ഗാനിസ്ഥാനെതിരെ കൂളായി ജയിച്ച ഇന്ത്യ അയർലാൻഡ്, അതായത് അഫ്ഗാനിസ്ഥാനും കുറഞ്ഞ റാങ്കിലുള്ള ടീമാണ് അയർലൻഡിനെ ഈസിയായി തൂക്കാം എന്ന് കരുതി തന്നെയാണ് ഇന്ത്യ ഇറങ്ങിയത്. അങ്ങനെ അയർലൻഡിൻ്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ഇന്ത്യ കീഴടങ്ങുകയായിരുന്നു. നമ്മുടെ മലയാളികളുടെ സഞ്ജു സാംസൺ 2 കളിയിലും വളരെ നിരാശനാക്കി. കഴിഞ്ഞ കളിയിൽ ഒന്നാണെങ്കിൽ ഇപ്രാവശ്യം അക്കൗണ്ട് പോലും നിർക്കാൻ അയർലൻഡ് ബോളർമാർ സമ്മതിച്ചില്ല. 2 മത്സരങ്ങളുമായി കിടിലൻ ബോളിംഗ് കാഴ്ചവെച്ച ജയ് മൂൺറയാണ് അയർലൻഡിൻ്റെ ഇന്നലത്തെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത്. അപ്പോൾ തന്നെ പ്ലെയർ ഓഫ് ദ സീരീസും ജയ് മൂൺറ തന്നെയാണ്. അതായത് കഴിഞ്ഞ മത്സരത്തിൽ 4 ഓവറിലും 25 റൺസ് മാത്രം ഇട്ടുവാങ്ങി 2 വിക്കറ്റും. ഇന്നലത്തെ മത്സരത്തിൽ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ എന്നൊരു ആദ്യ ഓവറിൽ തന്നെ പുറത്താക്കി 3 വിക്കറ്റ് നേടിയ, അതായത് 4 ഓവറിൽ 32 റൺസ് മാത്രം ഇട്ടുവാങ്ങി 3 വിക്കറ്റ് നേടിയ ജയ് മൂൺറ ആണ് അയർലൻഡിൻ്റെ തുടുപ്പുചീട്ട്. അയർലൻഡിൻ്റെ ഒരു ഭാവി വാഗ്ദാനം എന്ന് വേണമെങ്കിൽ പറയാം. ജയ് മൂൺറ ഇന്ത്യൻ വംശജനാണ്, അതൊരു മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇന്നലത്തെ മത്സരത്തിലേക്ക് വരാം. വീഡിയോ ഒന്ന് തുടർന്ന് കാണാം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇന്നലത്തെ മത്സരത്തിലേക്ക് വരാൻ വെച്ചാൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യൻ ടീമിൽ 2 മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ തല്ല് വാങ്ങി കൂട്ടിയ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരം പ്രിൻസ് യാദവ് T20യിൽ അരങ്ങേറ്റം കൊടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറിന് പകരം സൂര്യാൻ ഷഡ്ജ് T20യിൽ വീണ്ടും അരങ്ങേറ്റം കൊടുക്കുകയായിരുന്നു. അയർലൻഡ് ടീമിൽ മാറ്റങ്ങളുണ്ടായില്ല. നമ്മുടെ വൈഭവ് സൂര്യവംശിക്ക് ഇത്തവണയും ഇന്ത്യ അവസരം കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇംഗ്ലണ്ട് സീരീസാണ് വേണ്ടത്. ഇംഗ്ലണ്ട് സീരീസിൽ അവസരം കൊടുക്കുമെന്ന് അറിയില്ല, കാരണം അയർലൻഡിന് അവസരം കൊടുത്തില്ല. അപ്പോൾ പിന്നെ ഇംഗ്ലണ്ടിനെതിരെ അവസരം കൊടുക്കുമെന്ന് അറിയില്ല. ചിലപ്പോൾ ടോപ്പ് ഓർഡറിൽ ആരെങ്കിലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈവൻ സഞ്ജു ആയാലും അഭിഷേക് ആയാലും ഒരു പക്ഷേ വൈഭവ് സൂര്യവംശിക്ക് അവസരം കിട്ടിയേക്കാം. ഏറ്റവും കൂടുതലൊരു അനുകൂല ഘടകം എന്ന് വെച്ചാൽ സഞ്ജുവിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് എന്ന് വെച്ചാൽ വൈഭവ് സൂര്യവംശി ലെഫ്റ്റ് ഹാൻഡറാണ്. ഒരു പക്ഷേ അഭിഷേക് ശർമ്മ ഹോമൗട്ടാണെങ്കിൽ അഭിഷേക് ശർമ്മയ്ക്ക് പകരം വൈഭവ് സൂര്യവംശി ഒരു പക്ഷേ സഞ്ജുവിനോടൊപ്പം ഓപ്പണിംഗ് ആയിട്ട് എത്തി. അങ്ങനെ അയർലൻഡിന് വേണ്ടി ടീം ടെക്ടറും റോഡ്സഡേറും ഓപ്പണിംഗ് ആയി വരുന്നുണ്ട്. റോഡ്സഡേർ അർഷ്ദീപ് സിംഗിനെ ആദ്യ ഓവറിൽ തന്നെ അവസാന 2 പന്തും 6 റൺ അടിച്ചാണ് തുടങ്ങിയത്. 2ാം ഓവറിൽ ഹർഷിത് റാണ ടീം ടെക്ടറിനെ മടക്കിയൊക്കെയായിരുന്നു. തൊട്ടടുത്ത ഓവറിൽ തന്നെ അർഷ്ദീപ് സിംഗ് റോഡ്സഡേറിനെ പുറത്താക്കി ഇന്ത്യക്ക് നല്ലൊരു തുടക്കം സമ്മാനിച്ചു. 8ാം ഓവറിൽ അയർലൻഡ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ ലോർഡ് കണ്ടക്കറിനെ വീഴ്ത്തി പ്രിൻസ് യാദവിന് അരങ്ങേറ്റ മത്സരത്തിലെ ആദ്യ വിക്കറ്റ്. ലോർഡ് കണ്ടക്കർ വെറും 15 റൺസ് മാത്രം നേടാനുള്ള, അങ്ങനെ 48-3 എന്ന നിലയിൽ അയർലൻഡ് പതറിയ നിമിഷമായിരുന്നു. എന്നാൽ പിന്നീട് വന്ന ബെഞ്ചമിൻ കാലിസും ഹാരി ടെക്ടറും ചേർന്ന് അയർലൻഡ് സ്കോർ 100 കടത്തുകയായിരുന്നു. ഇരുവരും ചേർന്ന് 4ാം വിക്കറ്റിൽ 65 റൺസാണ് അയർലൻഡിന് വേണ്ടി കൂട്ടിച്ചേർത്തത്. അയർലൻഡ് ഇന്നിങ്സിൻ്റെ ഒരു നെടുന്തൂണായതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ക്രൂഷ്യൽ പാർട്ട്ണർഷിപ്പാണ് അവിടെ അയർലൻഡ് ബിൽഡ് ചെയ്തെടുത്തത്. അങ്ങനെ അത്യാവശ്യം ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിക്കാനായതും ഈ ഒരു പാർട്ട്ണർഷിപ്പാണ്. എന്നാൽ ബെഞ്ചമിൻ കാലിസിന് മടക്കി ശിവൻ ദൂബെ ആ ഒരു പാർട്ട്ണർഷിപ്പ് അവിടെ ബ്രേക്ക് ചെയ്യായിരുന്നു. തൊട്ടടുത്ത പന്തിൽ തന്നെ പിന്നീട് വന്ന ഗാരറ്റ് ലിനെ ഗോൾഡൻ ഡക്കാക്കി മടക്കി
ഇന്ത്യക്കൊരു ബ്രേക്ക് ത്രൂ ശിവൻ ദുബെ നൽകി. എന്നാൽ 6ാം വിക്കറ്റിൽ ജോർജ് ഡോക്ടറെല്ലാം ഹാരി ടെക്ടറും ചേർന്ന് ഒരു 31 റൺസിൻ്റെ പാർട്ണർഷിപ്പോടും കൂട്ടിച്ചേർത്തോടി അയർലാൻഡ് 184 എന്നൊരു സാമാന്യം ഭേദപ്പെട്ട ഒരു സ്കോറിലെത്തുകയായിരുന്നു. അയർലാൻഡ് ടോപ്പ് സ്കോററായത് ഹാരി ടെക്ടറാണ്. 47 പന്തിൽ 5 4ഉം ഒരു 6ഉം ഉൾപ്പെടെ 53 റൺസാണ് ഹാരി ടെക്ടർ ഇന്നലെ അയർലാൻഡിന് വേണ്ടി നേടി അയർലാൻഡിൻ്റെ ടോപ്പ് സ്കോററായി. ഇന്ത്യൻ ബോളിങ്ങിൽ തുടങ്ങിയത് മറ്റാരുമല്ല, പ്രിൻസ് യാദവാണ്. ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റ മത്സരം കളിച്ച പ്രിൻസ് യാദവ് വെറും 4 ഓവറിൽ 22 റൺസ് മാത്രം ഇട്ട് തുടങ്ങി 3 അയർലാൻഡ് വിക്കറ്റുകളാണ് പ്രിൻസ് യാദവ് ഇന്നലെ ഇന്ത്യക്ക് വേണ്ടി നേടിയത്. അങ്ങനെ അയർലാൻഡിൻ്റെ ഈ ഒരു സ്കോർ മറികടക്കാനായിട്ട് സഞ്ജുവും അഭിഷേകും ഓപ്പണിംഗ് വരുന്നു. സഞ്ജുവിന് ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് മുന്നിൽ കൊടുക്കി ജയ് മൂൺറ ആദ്യ പിടിപിടിച്ചു. പിന്നാലെ തന്നെ ആ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മയും ഒരു കിടിലൻ ക്യാച്ചിലൂടെ അയർലാൻഡ് ഫീൽഡർ ആരാന്നറിയില്ല, മാറ്റ് ഹൊള്ളാർഡ് നല്ലൊരു ഉഗ്രൻ ക്യാച്ചിലൂടെ അഭിഷേക് ശർമ്മയും പുറത്താക്കി. അങ്ങനെ ജയ് മൂൺറ ആദ്യ ഓവറിൽ തന്നെ ഇന്ത്യയുടെ കഥ കഴിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ ജയ് മൂൺറ തന്നെ ബോൾഡാക്കി വിടുകയും 5ാം ഓവറിൽ ഇഷാൻ കിഷൻ ഒരു അൺഫോർച്ചുനേറ്റ്ലി റൺഔട്ട് ആവുകയും ചെയ്തതോടെ ഇന്ത്യ 35-4 എന്ന നിലയിൽ പവർ പ്ലേയിൽ വീഴുകയായിരുന്നു. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറിന് വെറും 10 റൺസ് മാത്രമേ ഇന്നലെ നേടാൻ സാധിച്ചു. പിന്നീട് വന്ന അക്സർ പട്ടേലും തിലക് വർമ്മയും ചേർന്ന് ഇന്ത്യ ഒരു ബാറ്റിംഗ് തകർച്ചയിൽ നിന്ന് രക്ഷിച്ചെങ്കിലും 39 റൺസാണ് ഇരുവരും കൂടി 5ാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത്. എന്നാൽ 12ാം ഓവറിൽ മാറ്റ് ഹൊള്ളാർഡ് അക്സർ പട്ടേലിനെ പുറത്താക്കി അയർലാൻഡിനെ വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരും. പിന്നീട് ശിവൻ ദുബെ വരുന്നു. ശിവൻ ദുബെയും കൂട്ടുപിടിച്ച് 6ാം വിക്കറ്റിൽ തിലക് വർമ്മ 35 റൺസിൻ്റെ പാർട്ണർഷിപ്പോടും കൂട്ടിച്ചേർത്തതോടെ ഇന്ത്യക്കൊരു ചെറിയൊരു വിജയപ്രതീക്ഷ വന്നെങ്കിൽ 17ാം ഓവറിൽ ആദ്യ പന്തിൽ ശിവൻ ദുബെ പുറത്താക്കി അയർലാൻഡ് അവിടെ ഒരു തടയിടുകയായിരുന്നു. പിന്നാലെ തിലക് വർമ്മയും കൂടി പുറത്താക്കിയോടുകൂടി ഇന്ത്യ വീണ്ടും 2ാം പരാജയം മണത്തുന്നു എന്ന് പറയാം. തിലക് വർമ്മയാണ് ഇന്ത്യയുടെ ഇന്നലെ ടോപ്പ് സ്കോററായത്. 46 പന്തിൽ 55 റൺസാണ് തിലക് വർമ്മ ഇന്നലെ നേടിയത്. പിന്നീട് അവസാന ശ്രമങ്ങളോളം ഹർഷ്ദീപ് സിംഗ് ഹർഷിത് റാണയൊക്കെ ചേർന്ന് ഇന്ത്യയെ ജയിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തിയെങ്കിലും അത് അവസാന ഓവറിൽ ഒരു ശ്രമം അവസാനിക്കുകയായിരുന്നു. ഒരു പക്ഷേ അവസാന ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ സാധ്യതകളുണ്ടായിരുന്നു. ഇവൻ 10-16 റൺസ് വേണ്ടെങ്കിലും ഒരു നോ ബോളും 4ഉം 6 അങ്ങനെ വൈഡൊക്കെ ആയിട്ട് കുറച്ച് റൺ എക്സ്ട്രാ കിട്ടുകയും അങ്ങനെ അവസാന ബോളിൽ എന്തോ 8 റൺ അങ്ങാണ്ട് ജയിക്കാനുണ്ടായിരുന്നു. അതിന് മുമ്പ് ഹർഷിത് റാണ പുറത്തായി. ഹർഷിത് റാണയ്ക്ക് ശേഷം വന്നത് പ്രിൻസ് യാദവാണ്. പ്രിൻസ് യാദവ് അവസാന ബോളിൽ 6 അടിക്കുകയായിരുന്നു. പക്ഷേ ജയിക്കാൻ വേണ്ടത് 8 റൺസായിരുന്നു. 6ന് 6 റൺസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ 1 റണ്ണിൻ്റെ തോൽവി ഏറ്റുവാങ്ങി ഇന്ത്യ അയർലാൻഡ് എന്ന ടീമിനോട് പരമ്പര തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ചരിത്രത്തിലായിരുന്നു അയർലൻഡിനോട് തോക്കുകയും ഒരുപോലെ തന്നെ പരമ്പര കൈവിടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത മത്സരം വരുന്നത് ഇംഗ്ലണ്ടായിട്ടാണ്. ഇംഗ്ലണ്ടായിട്ട് 5 T20s 3 ODIs ആണുള്ളത്. എങ്ങനെയാണെന്നറിയില്ല. അതിനു മുമ്പ് ഇന്ത്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ലൊരു ഗെയിം ഇന്ത്യക്ക് കളിക്കാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കാം. കാരണം എല്ലാവരും ഇനി ആ ഒരു ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസിലായിരിക്കും ഉറ്റുനോക്കുന്നത്. വൈഭവ് സൂര്യവംശിക്ക് അവസരം കിട്ടുമെന്ന് അറിയില്ല. ഒരു പക്ഷേ ഇനി പറഞ്ഞ പോലെ ഓപ്പണിങ്ങിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും തുടർ പരാജയങ്ങളായി കഴിഞ്ഞാൽ വൈഭവ് സൂര്യവംശി എന്തായാലും ഇന്ത്യ പരീക്ഷിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി, അതായത് ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിൻ്റെ വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.